ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പുതിയതായിട്ട് വന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ചെയ്തവർക്ക് മാത്രമേ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ലേറ്റ് ആവുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രോമിനെ നമുക്ക് കാൽക്കുലേറ്റർ ആക്കി മാറ്റാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ ഇവിടെ മുകളിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആൻസർ താഴത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാൽക്കുലേറ്റർ ആക്കി യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോമിൻ്റെ ഒരു ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രോം എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക, അവിടെ നിങ്ങൾക്ക് തീംസ് എന്ന് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡാർക്ക് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു ഡാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രോം ഡാർക്ക് തീമിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കംപ്ലീറ്റ്ലി ഡാർക്ക് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഇതിനൊരു ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് മലയാളം സ്റ്റോറി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു മലയാളം സ്റ്റോറിയുടെ ഒരു പേജ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊരുപാട് മലയാളം സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റോറി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് PDF ആക്കി സെൻഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മൾ ഈ ഫീച്ചറിൽ നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി നിങ്ങൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ക്രോം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് PDF ആക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ ഒരു 3 ഡോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഷെയർ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് എന്ന് കാണാൻ സാധിക്കും. പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പേജ് ഇതുപോലെ PDF ആയി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടാത്ത പേജുകൾ നിങ്ങൾക്കിവിടെ അൺമാർക്ക് ചെയ്തിട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പേജൊക്കെ നിങ്ങൾ ഇവിടെ സെറ്റ് ആക്കിയതിന് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫയൽ ഇവിടെ സേവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം, എങ്ങോട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള, നിങ്ങളുടെ ഫയൽ മാനേജറിൽ എങ്ങോട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. PDF എന്ന് പറഞ്ഞ പുതിയൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ആ ഒരു ഫോൾഡറിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ PDF എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഒരു PDF ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതിയൊരു ഫീച്ചർ കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് താഴത്ത് നീക്കി നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാം ലൈറ്റ് മോഡ് എന്ന്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു മോഡാണ്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ലൈറ്റ് മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബ്രൗസിംഗ് സ്പീഡ് വർദ്ധിക്കാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രൗസിംഗ് സ്പീഡ് ഇൻക്രീസ് ആവുന്നതായിരിക്കും.
ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതിൻ്റെ സപ്പോർട്ട് കോർണർ എടുത്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ലൈറ്റ് മോഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാം ഈ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ലൈറ്റ് മോഡിനെ കുറിച്ചിട്ട്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ലോഡിംഗ് സ്പീഡ് കൂട്ടാനും സാധിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മുതൽ സ്റ്റോറേജ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം നമുക്കിതുവരെ SD കാർഡിലേക്ക് ഡൗൺലോഡ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് SD കാർഡിലേക്ക് ഡൗൺലോഡ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫീച്ചർ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതുവരെ നമുക്ക് SD കാർഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, പക്ഷേ ഇനി മുതൽ നമുക്ക് SD കാർഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me.